ഭരണമാറ്റം ഭരണം തുടർച്ച ഇനിയാ എന്നാ കണക്കായി ഒന്നും നാടേ ഉണ്ടാവില്ല. ഭരണം മാറണ്ട, വേണ്ട വേണ്ട വേണ്ട, LDF തന്നെ വരണോ. LDF വരാണ്ട് പിന്നെ LDF വന്നേരല്ലേ ഇപ്പൊ പിന്നെ 2000 രൂപയാകുന്നു. 2000 രൂപയായി 1600. ഇനിയും വികസനം കൂടുകയും കുറയൂല. ശബരിമലയും ബാധിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനിയും ബാധിക്കാൻ സാധ്യതയുണ്ട്. മാസം പ്രതി കൃത്യമായി ഇപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ച് എല്ലാ മാസവും 2000 രൂപ വെച്ച് കൃത്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. വീട് 5 ലക്ഷത്തോളം വീട് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. LDF കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ വികസനം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പുതിയ ഭരണം, ഒരു തുടർ ഭരണം ഈ കേരളത്തിനകത്ത് ഉണ്ടാകും. ഇടതു തരംഗം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തെ LDF വീണ്ടും അധികാരത്തിൽ വരും. UDF പറയുന്ന അവർക്ക് 100 സീറ്റിലേറെ കിട്ടുന്നതാണല്ലോ. UDF പാവപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിന്. കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക 500 രൂപയുള്ള പെൻഷൻ പോലും കൊടുക്കാണ്ടാണ് അവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പെൻഷൻ കുടിശ്ശികയും കൊടുത്ത് ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. ആ പെൻഷൻ ഇപ്പം മാസം പ്രതി കൃത്യമായി ഇപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ച് എല്ലാ മാസവും 2000 രൂപ വെച്ച് കൃത്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. വീട് 5 ലക്ഷത്തോളം വീട് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം വമ്പിച്ച മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റം. എന്താ പ്രശ്നം? എന്താണ് സർക്കാരിന്റെ പ്രശ്നം? ശബരിമല പ്രശ്നം, പിന്നെ ജനങ്ങളുള്ള വികാരം. അതന്നെ UDF സർക്കാർ വരും. ഭരണം മാറണ്ട, വേണ്ട വേണ്ട വേണ്ട, LDF തന്നെ വരണോ. LDF വരാണ്ട് പിന്നെ ഇത്രയും പിന്നെ LDF വന്നേരല്ലേ ഇപ്പൊ പിന്നെ 2000 രൂപയാകുന്നു. 2000 രൂപയായി 1600. ഇനിയും വികസനം കൂടുകയും കുറയൂല. 99.4% ഭരണം നമുക്ക് LDF കിട്ടണം. അത്രയും നല്ല ഭരണം കൈവശം വെച്ചിന്. ഭരണ തുടർച്ച ഉണ്ടാവോ? ഉണ്ടാവും. നല്ല ഭരണമാണോ? സീറ്റ് കൂടോ കുറയോ? കൂടും. ഭരണമാറ്റം ഭരണ തുടർച്ച ഇനിയാ എന്നാ കണക്കായി ഒന്നും നാടേ ഉണ്ടാവില്ല. എന്താണ് ഈ സർക്കാരിന്റെ പോരായ്മയായിട്ട് കാണുന്നത്? എല്ലാം വരെ മാവും. അയ്യപ്പനെ വരെ കട്ടുകൊണ്ടപ്പില്ല, അതിലപ്പുറം വന്നു. പിന്നെന്നാ അതിലപ്പുറം കൊണ്ട് അയ്യപ്പന്റെ സ്വർണം വരെ കട്ടു. പിന്നെന്താ വേണ്ടേ? ഭരണവിരുദ്ധ വികാരമുണ്ടോ സംസ്ഥാനത്ത്? അത് അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാണ്ടുമില്ല, ഉണ്ടെന്നുണ്ട്. ഓ അതെല്ലാം ഓക്കെ അല്ലേ. പിന്നെ നമ്മളെല്ലാം LDF പറഞ്ഞാന്നല്ലോ, നമ്മളൊരിക്കലും അതിന് കുറ്റം പറയില്ലല്ലോ. ശബരിമലയും ബാധിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനിയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട്. സീറ്റ് കൂടുമൊന്നുമില്ല, ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വേണമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ശബരിമല ഇതുമായിട്ട് LDF മൊത്തത്തിൽ ഇതാണ് ഉള്ളത്, പ്രശ്നമാണ് ഉള്ളത്. അതുകൊണ്ട് പുതിയ തലമുറകൾ വരണം. UDF പരമാവധി നല്ലതിൽ ഇവിടെ വന്നിരിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ സംസ്ഥാനം? ഇല്ല. തുടർ ഭരണം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത്. ഭരണം മാറാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അങ്ങനെ ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. തുടർച്ചന്റെ അതാ പറയുന്നത്. ഇപ്രാവശ്യത്തെ ഭരണം ആര് പിടിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. തുടർ ഭരണം ഉണ്ടാവും. ഭരണവിരുദ്ധ വികാരമില്ലേ? ഭരണം അങ്ങനെയൊന്നുമില്ല, അത് വെറുതെ അടിച്ചളക്കന്നെയാണ്. തുടർ ഭരണം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതിനാണ് കൂട്ടുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ചെറിയ പരാജയങ്ങൾ അത് പ്രാദേശികം മാത്രമാണെന്ന് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. ഭരണം പറ്റിയ ഉണ്ടാകുന്നു, അതാ പ്രതീക്ഷ. എന്തായാലും ഭരണവിരുദ്ധ വികാരമൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഏറെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരാണ് ഇപ്പോഴത്തെ സർക്കാർ. ശബരിമല വിഷയം അല്ലാതെ വേറെ ഒരു വിഷയങ്ങളൊന്നും ഭരണവിരുദ്ധമായിട്ടൊന്നും വരാൻ പോകുന്നില്ല. അതിന് പ്രതിപക്ഷത്തിന് പോലും
ഈ പിന്നെ ശബരിമല വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നിയമസഭയിൽ പോലും അവർക്ക് ഒരു ഉന്നയിക്കാൻ പോലും വിഷയങ്ങളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മളൊക്കെല്ലാം കണ്ടുകൊണ്ടിരുന്നത്, വാർത്താ ചാനലുകളിലെല്ലാം കാണുന്നത്. ഒരു സസ്പിഷൻ പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് തന്നെ നമുക്ക് മനസ്സിലാകുന്നല്ലോ. ശരിക്ക് അതിൻ്റെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ അവർക്കോ പ്രതിപക്ഷത്തിനൊരു പറയാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ പറയാൻ പറ്റുന്ന ഒരു ഇതും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഒച്ചപ്പാടൊക്കെ ആക്കി ശബരിമല മാത്രമാണ് നിർത്ത് പറയുന്നത്. വേറെ ഒന്നും കാര്യമായ ഭരണവിരുദ്ധകരം അടുത്ത പ്രാവശ്യം തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ സാധ്യതയുണ്ട്. സീറ്റ് നിലവിലുള്ളതിൽ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു 75 സീറ്റിലധികം കിട്ടിയിട്ട് ഭരണം തുടരും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്താ സർക്കാർ അത്രയും മോശമെന്ന് പറയാൻ കാര്യം? മൊത്തത്തിൽ ഭരണം വളരെ മോശമായിട്ടല്ലേ കാണുന്നത്. ഈ വിവാദങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോ ശബരിമലയും പയ്യന്നൂരിലെ വിഷയമൊക്കെ? ശബരിമല വിഷയം തന്നെ കാര്യമായിട്ട്